ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു കറന്റ് എനർജിയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജും. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടു കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. സപ്പോസ് ഇനി റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ കറന്റ് എനർജി. നിങ്ങളുടെ കറന്റ് എനർജി എന്താണ്? ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് അത് കിട്ടുമെന്നാണ്. അത് എന്താ പറയുക, ഒരു ഡിലേ അല്ല, നിങ്ങളിലേക്ക് അത്രയും വേഗത്തിൽ, എത്രയും വേഗം എത്താൻ പറ്റുമോ അത്രയും വേഗത്തിലേക്ക് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുമാകാം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവര് നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് സ്പോട്ടിൽ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. ഒരു ടൈമിങ് കാര്യങ്ങളൊന്നും, ഡിലേ ഒന്നും ഇല്ല. ഓക്കെ, എത്രയും വേഗം എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ ജോബും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഭയങ്കര ടെൻഷനായിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവുമല്ലോ, ഒന്നും ഒരു കാര്യം സെറ്റ് ആകാതെ ഒന്നും കിട്ടാതെ നിൽക്കുന്നവർക്കൊക്കെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. ഒരുപാട് അവസരങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഇത് അവസരങ്ങൾ കിട്ടിയവരുണ്ടായിരിക്കാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയവരുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യത്തിൽ. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം ചിലർക്കെങ്കിലും. ഓക്കെ, അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരികയാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റേബിൾ ആകാനുള്ള, ഫിനാൻഷ്യലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേബിൾ ആകാനുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്. ഫിനാൻഷ്യലി നിങ്ങൾ, സാമ്പത്തികമായിട്ട് നിങ്ങൾ ഓക്കെ ആകാൻ പോവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്കവിടെ ഫിനാൻഷ്യലി നമുക്കവിടെ പൈസേന്റെ കാര്യം വരും അല്ലെ. അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എൻഡ് ആകാൻ പോവാണ്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും, അത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ ബേസ്, നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ആകാൻ ആഗ്രഹിക്കാത്ത പേഴ്സൺസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാക്കാം. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പേഴ്സൺസ് ആയിരിക്കാം. നിങ്ങൾ അങ്ങനെ കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള പേഴ്സൺസ് ആയിരിക്കാം. ചിലരുടെ എനർജിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും നിങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അങ്ങനെയുള്ള പേഴ്സൺസിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് സക്സസ് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് കണക്ട് ചെയ്യുക. യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട് ആൻഡ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഇവിടെ റിവേഴ്സ്ഡ് ആണ്. ആൻഡ് 8 ഓഫ് പെന്റക്കിൾ, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. ഓക്കെ,
ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് ഫുൾ കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ വളരെ എഫേർട്ട് എടുക്കുന്നുണ്ടാകാം. എന്ത് കാര്യത്തിലും വളരെ എഫേർട്ട് എടുക്കുന്നുണ്ടാകാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്നിട്ടും വളരെ നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്ലൈ ആയിരിക്കാം കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല. എത്രയൊക്കെ എഫേർട്ട് എടുത്താലും എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോബ് ആണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ഓൺ ദ സ്പോട്ട് ആണ്. അതായത് ഒരു ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട്, നിങ്ങൾ എഫേർട്ട് എടുത്തതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. ബിക്കോസ് നിങ്ങൾക്കുള്ള ടൈമാണ്, നിങ്ങളുടെ സമയമായി. ഓക്കെ, നിങ്ങളുടെ സമയം കറങ്ങി നിങ്ങളുടെ അടുത്തോട്ട് എത്തി. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കത് തരാൻ ഒരുക്കമാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഈ എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് തിരിച്ചു വരേണ്ട കാര്യമുണ്ട്. വളരെ പോസിറ്റീവായി തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആൻഡ് 8 ഓഫ് പെൻഡക്കിളും വന്നേക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കാം നിങ്ങൾക്ക്. ഇത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വെക്കുന്ന കാര്യമാണിത്. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടി വെക്കുന്ന കാര്യമാണിത്. നിങ്ങൾക്ക് സക്സസ് കിട്ടില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും എഫേർട്ട് ഞാൻ ഇട്ടിട്ട് കാര്യമില്ല, അതായത് നിങ്ങൾ ഒരു സീറോ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക്. പക്ഷെ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം എന്തോ ആയിരിക്കാം. നിങ്ങൾ ജെന്യുവൻ ആയിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള നിങ്ങളുടെ പാഷൻ, എയിം, നിങ്ങളുടെ ഡ്രീം എന്തോ ആയിരിക്കാം. അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു ടൈമാണ്. കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തിരിയാണിപ്പോ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കത് തരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി ഇവിടെ ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് പ്രതീക്ഷയിലിരിക്കും. നിങ്ങൾ നെഗറ്റീവ് എനർജി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് വരില്ല, നിങ്ങളെ വിട്ടുപോയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഇനി പേഴ്സൺ ഒന്നും തിരിച്ചു വരില്ല. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ഈ സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരുമ്പോൾ, ഇവരൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ വരാൻ പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് ഞാൻ പറയില്ല. ഓക്കെ, പക്ഷേ പെട്ടെന്ന് വരികയാണ് നിങ്ങളുടെ അടുത്തോട്ട്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആവുമായിരിക്കും നിങ്ങൾക്ക്. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാതിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കര ഹാപ്പി ആവും നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കാലചക്രം തിരിയുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ നിർത്തുക. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്നതാണത്. നിങ്ങൾ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, മാനസികമായി ഡൗൺ, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ സ്വന്തം ചിന്തിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ കാര്യമില്ല. ഒന്ന് എന്താ പറയാ, ഉയർത്തെഴുന്നേൽക്കാനാണ് അവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാറുണ്ട്, നമ്മളിലേക്ക് എന്ത് സക്സസ് വരുമ്പോഴും നമുക്കത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എനർജി വരും. ഓക്കെ, പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് നെഗറ്റീവ് ഉള്ളതുപോലെ നമുക്ക് സക്സസ് വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, അത് മുടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി നമ്മൾക്ക് വരും. സോ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യത്തിനെ തട്ടിക്കളയാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കാലചക്രം തിരിയുന്ന സമയമാണ്. സോ ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.